നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ആദ്യം, ദമ്പതികളും സുഹൃത്തായ അധ്യാപികയും മരിച്ചത് ഡാർക്ക് നെറ്റിന്റെ സ്വാധീനം മൂലമെന്ന് കണ്ടെത്തൽ. ആത്മഹത്യ ചെയ്ത ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് വിചിത്രവാദങ്ങളടങ്ങിയ രേഖകൾ കണ്ടെടുത്തു. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും അന്യഗ്രഹവാസം ഇപ്പോൾ തന്നെ ഉണ്ടെന്നുമാണ് വാദം. അന്യഗ്രഹത്തിലെ മിഥി എന്ന സാങ്കല്പിക കഥാപാത്രവുമായി സംവാദം നടത്തുന്നതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം കണ്ടെടുത്തു. അതേസമയം മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായി കേരളത്തിലും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. വിനോദ്, ആദ്യഘട്ടത്തിൽ പുനർജന്മം, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ 3 പേരുടെയും മരണത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന്, പോലീസിന് ലഭിച്ച പ്രാഥമികമായ വിവരം. പക്ഷേ ഇവരുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മെയില് ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തതയിലേക്ക്, അതിന്റെ കാരണം സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വരാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ വിനോദ്? ടോം, വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധനയിൽ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 466 പേജുകളാണ് PDF ഫയലിൽ ഉള്ളത്. ഇതിൽ തന്നെ മിഥി എന്ന ഒരു സാങ്കല്പിക കഥാപാത്രം, അന്യഗ്രഹജീവി എന്ന നിലയ്ക്കാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മിഥിയുമായി നടത്തുന്ന സംഭാഷണമാണ് അന്യജീവ ഗ്രഹജീവികൾ പലപ്പോഴായി, പല ഇടവേളകളിലായി, പല സ്ഥലങ്ങളിൽ നിന്ന് ഭൂമിയിൽ വന്നു പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അതെല്ലാം തന്നെ ഈ നവീനും 2 യുവതികളും ഇതെല്ലാം വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത് തുടർച്ചയായി ഇത്തരം ലേഖനങ്ങൾ വായിച്ചിരുന്നു. ദിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി, മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവർക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന കാര്യം. അതോടൊപ്പം തന്നെ മനുഷ്യരെയും മറ്റ് ജീവിവർഗങ്ങളും അടക്കം ജീവജാലങ്ങളെ, ഭൂമിയിലെ ജീവജാലങ്ങളിൽ 90% 2 ഗ്രഹങ്ങളിലായി കൊണ്ടുപോകും. ഇങ്ങനെ ഒരു വാദം കൂടി ഇതിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇതിനെ ഉപയോഗിക്കുന്ന സ്പേസ് ഷട്ടിൽ, അങ്ങനെയുള്ള വാഹനങ്ങൾ, അതിനുപയോഗിക്കുന്ന ഇന്ധനം ഉൾക്കയിൽ നിന്നുള്ള ഇന്ധനമാണ്. ആ കാര്യങ്ങളൊക്കെയും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, വർഷങ്ങളായി ഇവർ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചു. അവിടെയാണ് സുപ്രധാനമായ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇവർ ഡാർക്ക് നെറ്റിൽ ഇവർ ഉൾപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലയിലേക്ക് ഇവർ പോയി എന്ന വിലയിരുത്തലും നിഗമനവും. അത് ഇതുവരെയുള്ള കണ്ടെത്തലുകൾ, ഒരുപക്ഷെ പോലീസ് ഇതുവരെ ആ കാര്യം സ്ഥിരീകരിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംശയിച്ചതുപോലെ തന്നെ മന്ത്രവാദം എന്ന് നമ്മൾ പറയുന്ന, ഒരുപക്ഷെ ബ്ലാക്ക് മാജിക്, ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ, അത് തന്നെയാണ് ഇപ്പോൾ ഒരു കണ്ടെത്തലായി വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ വിശദാംശങ്ങൾ വേണം. ഇവർ എത്ര നാളായി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നു, ഇതിന്റെ വലയിൽ ഉൾപ്പെട്ടു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇനിയും ഉത്തരം നൽകേണ്ടതുണ്ട്, ഉത്തരം വരേണ്ടതുണ്ട്. നമുക്ക് അവരുടെ ഈ മൃതദേഹങ്ങൾ കിടന്ന സ്ഥലത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ അതും മറ്റൊരു വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇവരുടെ മുറിയിൽ പാത്രത്തിൽ തലമുടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളപ്പൊട്ടുകൾ, കറുത്ത വളകളാണ്, അത് പൊട്ടിച്ച് അതിന്റെ കഷ്ണങ്ങൾ ഈ തലമുടിയോടൊപ്പം പാത്രത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ശരീരം മുറിപ്പെടുത്തി രക്തം വാർന്നു പോയി മരണം സംഭവിക്കുന്ന നിലയിൽ അവിടെ തന്നെ 2 പേരുടെ മരണം, അത് കൊലപാതകമെന്ന സംശയം കൂടി അവശേഷിക്കുന്നുണ്ട്. നവീൻ ഇവരെ 2 പേരെയും, ഭാര്യയെയും ഭാര്യയുടെ കൂട്ടുകാരിയെയും കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു സംശയമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ വളരെ സംശയങ്ങൾ നിലനിർത്തുന്ന ദുരൂഹമായ ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ അന്വേഷണം കടന്നു പോകുന്നത്. അവിടെയാണ് കോവിഡ് സമയം വരെ നേരിട്ട് പരിചയമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ദേവിയും ആര്യയും ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. കോവിഡ് സമയം വരെ ഒരുമിച്ചുണ്ടായിരുന്നവർ പിന്നീട് കോവിഡിന് ശേഷം അവർ പരസ്പരം കണ്ടിട്ടില്ല. അവർ പിന്നെ സംസാരിച്ചത് മുഴുവൻ ഫോണിലൂടെയും മെയിലുകൾ അയച്ചുമാണ്. അവിടെയും പലവിധ ദുരൂഹതകൾ അവശേഷിക്കുന്നു. ഈ മെയിൽ പരിശോധിക്കുമ്പോൾ സാധാരണ നിലയിൽ വായിക്കാൻ പറ്റുന്ന, അതായത് അവർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിലാണ് ഈ മെയിലുകൾ. മറ്റൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള ചില കോഡുകളിലൂടെയാണ് ഇവർ ഈ അന്യഗ്രഹവാസവുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ പലവിധ കാര്യങ്ങൾ അതെല്ലാം തന്നെ ദുരൂഹമായി നിലനിൽക്കുന്ന. ആരൊക്കെയായിട്ടാണ് വിനോദ് ഈ ആര്യ മെയിലിലൂടെ ചാറ്റ് ചെയ്തത്? ആരൊക്കെയാണ്? കാരണം ഒരു വിചിത്രമായ ഭാഷകൾ ഉപയോഗിക്കുന്നു പറയുന്നു, അവർക്ക് മാത്രം അറിയാവുന്ന ഭാഷകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അത് ആരുമായിട്ടാണ് ഈ ചാറ്റ് ചെയ്തത് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മിഥി എന്ന സാങ്കല്പിക കഥാപാത്രവുമായി സംവാദം നടത്തുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ മിഥി എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റാരോ ഈ ആര്യയെ ചാറ്റ് ചെയ്തുകൊണ്ട് ആര്യയെ സമീപിച്ചതായിരിക്കുമോ? അതിന് പിന്നിൽ ആരായിരിക്കാം? ഏതെങ്കിലും സംഘടനകൾക്ക്, ഇവരുടെ ഒരു ഈ ബ്ലാക്ക് മാജിക് കൂട്ടായ്മകൾക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കും അന്വേഷണം നീങ്ങേണ്ടതല്ലേ? ടോം, ഇതിൽ PDF ഫയൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മിഥി ആര്യയുമായല്ല ചാറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മിഥിയുടെ ഇന്റർവ്യൂ പോലെ ഉള്ള ഒരു ഫയലാണ്. ചോദ്യോത്തരം എന്ന നിലയ്ക്കാണ് മിഥി ചില കാര്യങ്ങൾ പറയുന്നു, ചില ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയ്ക്ക് ചോദ്യവും ഉത്തരവും, അങ്ങനെ ഒരു സംവാദം, ചോദ്യോത്തര സംവാദം എന്ന നിലയ്ക്കാണ് അതിൽ വരുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെയും ഇവരെ വിശ്വസിപ്പിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നതാണ്. മാത്രവുമല്ല, ടോം പറഞ്ഞതുപോലെ ഇനി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം അത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും വ്യക്തമാവുക. ഏതെങ്കിലും വ്യക്തികളോ സംഘങ്ങളോ ഇവരെ സ്വാധീനിക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പ്രധാനമായും നവീനുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം കൂടുതൽ ഊർജിതമായി നടക്കേണ്ടത്. കാരണം നവീനാണ് ആദ്യം ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്കും ഇത്തരമൊരു പ്രവണതയിലേക്കും ഈ നടപടികളിലേക്കുമൊക്കെയും പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഭാര്യയെയും തുടർന്ന് ഭാര്യയുടെ സുഹൃത്തിനെയും ഈ വലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദമ്പതികളിൽ ഭർത്താവാണ് ആദ്യം ഈ ഒരു വലയിലേക്ക് പോയത്. ഡാർക്ക് നെറ്റിന്റെ ഒരു സ്വാധീനം അത് വലിയ തോതിൽ സംശയിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള PDF ഫയലുകളൊക്കെയും ഡൗൺലോഡ് ചെയ്യുന്നത്, ഇവർ പരിശോധിച്ചത്, ഇവർ സഞ്ചരിച്ചത്, കാരണം ഈ ഏലിയൻസുമായി ബന്ധപ്പെട്ടൊക്കെയുമുള്ള അത് പല തവണ ഭൂമിയിൽ വന്നുപോയി എന്ന തരത്തിലുള്ള ചില കുറിപ്പുകൾ അത് തിരഞ്ഞ് ഇവർ വലിയ തോതിൽ പല സൈറ്റുകളിലേക്കും കയറിയിട്ടുണ്ട്. പല കാര്യങ്ങളും പരിശോധിച്ച് അത് കണ്ടെത്തുന്നതിലേക്ക് പോയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലേക്ക് ഇവരുടെ യാത്ര തന്നെ ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് മനസ്സിലാകുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് ഇറ്റാനഗറിന് സമീപമുള്ള ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള വിശ്വാസികൾ, ഇത്തരം വിശ്വാസങ്ങളൊക്കെയും ഉള്ള ഒരിടമാണ്. അവിടെ നിന്ന് അന്യഗ്രഹത്തിലേക്ക് തുടർന്നുള്ള ജീവിതം അത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അവിടേക്ക് പറിച്ചു നടുക എന്ന ഒരു ചിന്താഗതിയാണ് ഈ മരണങ്ങൾക്കെല്ലാം കാരണമായത്. നേരത്തെയും നവീനും ദേവിയും അവിടേക്ക് പോയിട്ടുണ്ട്. ആദ്യമായാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. ഇവർക്ക് പരിചയമുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും അവർ അസമിലേക്ക് പോയി അവിടെ നിന്ന് ഇങ്ങനെ അരുണാചൽ പ്രദേശിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തുള്ള ആർക്കെങ്കിലും ഇവരുമായി ബന്ധമുണ്ടോ, ഇവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്, ചാത്താൻ സേവ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ നമുക്ക് അറിയാം. ഗോവയിലൊക്കെയും നേരത്തെ ഇത്തരത്തിലുള്ള വാർത്തകൾ ധാരാളം വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രാകൃതമായ രീതിയിലുള്ള മന്ത്രവാദങ്ങളോ ആ നിലയ്ക്കുള്ള അത് കേരളത്തിലും പല രീതിയിലും പല സ്വഭാവത്തിലുമുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും, മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട ആളുകളെ ബലി കൊടുക്കുക, കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ സ്ത്രീകളെ കൊലപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പല സമയങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് ഇവർ കുറച്ചുകൂടെ വിശാലമായ ഒരു ലോകം, നമുക്കറിയാം ഈ മയക്കുമരുന്ന്, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ, ഈ വലിയ വലിയ തട്ടിക്കൊണ്ടുപോകൽ, അധോലോക സംഘങ്ങളുടെ പ്രവർത്തനം, അതായത് നമ്മുടെ വെബിന്റെ വലിയൊരു മേഖല തന്നെ ഡാർക്ക് നെറ്റിൽ അവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖല കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ലോകമാണ്. അവിടെ എല്ലാത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള സംഘങ്ങൾ വിലസുന്ന ഇടമാണ്. അവരെ കണ്ടെത്തുന്നതിന് പോലും പലപ്പോഴും അന്വേഷണ സംഘങ്ങൾക്ക് കഴിയാറില്ല. ഈ സാമ്പത്തിക തട്ടിപ്പുകൾ നമുക്ക് കൃത്യമായി ഇപ്പോൾ അറിയാം. വലിയ തുകകൾ ആളുകൾക്ക് നഷ്ടമാകുന്ന രീതിയുണ്ട്. ഇതിന്റെ എല്ലാം ഉറവിടം, അല്ലെങ്കിൽ ഇതെല്ലാം തുടങ്ങുന്നത് ഈ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന വലിയൊരു ശൃംഖലയിൽ നിന്നാണ്. അവിടെ എല്ലാവിധ മോശം പ്രവണതകളും ഉള്ള ഒരിടമാണ്. ആ ഒരു സംവിധാനത്തിലേക്ക്, ആ ഒരു നെറ്റ്വർക്കിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, ആഴ്ന്നിറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറുക പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ബ്ലൂ വെയിൽ പോലുള്ള ഗെയിമുകളെ കുറിച്ചൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കുക, അവർക്ക് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുക, ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്ക് വലിയ ടാസ്കുകൾ കൊടുക്കുകയും ഇവർ ഇതിന് അഡിക്റ്റായി ഏറ്റവും ഒടുവിൽ സ്വന്തം
ജീവൻ തന്നെ നഷ്ടപ്പെടുന്നത് അറിയാതെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ പോവുകയും ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഗെയിമുകൾ നിരോധിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിരോധിച്ചതാണ് ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ. പക്ഷേ ഇതെല്ലാം തന്നെ ഈ ഡാർക്ക് നെറ്റിന്റെ ഒരു ഭാഗമായി വരുന്ന സംഗതിയാണ്. നമുക്കറിയാം ഫ്രാൻസിസ് സിറ്റിക്കോര എന്നൊക്കെയുള്ള നോവൽ പലതും ഫിക്ഷനാണ്. പക്ഷെ ഇതെല്ലാം തന്നെ ഇതിന്റെയൊക്കെ ഒരു മറ പിടിച്ചോ അല്ലെങ്കിൽ ഈ തരത്തിലൊക്കെയും ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് ആത്മാവിനെ പറഞ്ഞുവിടാമെന്ന് കരുതുന്ന തരത്തിലുള്ള സംഘങ്ങളുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്, പണം തട്ടുന്ന സംഘങ്ങളുണ്ട്, ആളുകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സംഘങ്ങളുണ്ട്. ഈ തരത്തിൽ വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ഇവിടെയാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള സാമ്പത്തികമായി ഉന്നത നിലയിൽ നിൽക്കുന്ന അവരുടെ തീർച്ചയായും. കാരണം വിനോദ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ബ്ലൂ വെയിലിന്റെ കാര്യം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ആത്മാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കെണികളിലൊക്കെ പലപ്പോഴും പെടുന്നത് കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ കാര്യമായ ഒരു പരിജ്ഞാനമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്തവരാകാം എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇവിടെ രണ്ടുപേരും ഈ ദമ്പതികൾ അവർ രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരാണ്, അധ്യാപകരാണ്. അത്രയും ഈ ലോക പരിചയമുള്ളവർ, മറ്റ് വലിയ വിദ്യാഭ്യാസമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും ഈ ഡാർക്ക് നെറ്റിൻ്റെയും ബ്ലാക്ക് മാജിക്കിൻ്റെയും ഒക്കെ കെണിയിൽ വീഴുന്നു എന്ന് പറയുന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തിയത്, ഏറെ ഞെട്ടിപ്പിച്ച വസ്തുത. അങ്ങനെയെങ്കിൽ ഇവരെ പോലുള്ളവർ പോലും ഈ ഡാർക്ക് നെറ്റിൻ്റെയും ബ്ലാക്ക് മാജിക്കിൻ്റെയും ഒക്കെ കെണിയിൽ വീഴുന്നുണ്ടെങ്കിൽ നിരവധി ആളുകൾ, ഇവരെ പോലെ നിരവധി യുവാക്കൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും ഇതൊരു മരണം സംഭവിച്ചതുകൊണ്ടാണ് ടോം നമ്മളിങ്ങനെ പറയുന്നത്. പക്ഷേ പലരും നാട് വിട്ടു പോവുക, അല്ലെങ്കിൽ മനോനില തെറ്റി അവർ ജീവിക്കുക, ലഹരിക്ക് പിന്നീട് അടിമകളായി മാറുക, തിരോധാനങ്ങൾ, എത്രയോ തിരോധാനങ്ങൾ, പലതും ഈ തരത്തിലുള്ള ഒരു സഞ്ചാരം പോലെയൊക്കെ അവസാനമായി മാറുക, ഇവർ എവിടെയെന്ന് പോലും അറിയാൻ കഴിയാത്ത സംഗതികളിലേക്ക് പോവുക. ഈ ഒരുപക്ഷെ ചിലർ ചില ചികിത്സകളിലൂടെയൊക്കെ തിരികെ വരാം. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതിൽ വലിയ വിദ്യാഭ്യാസമുള്ള ഇവർ ആളുകൾ അങ്ങനെ എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പല മനഃശാസ്ത്രജ്ഞരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവർ ഇതിന്റെ സാങ്കേതികവും ശാസ്ത്രീയവുമായ അറ്റം തേടിയുള്ള യാത്രയിലേക്ക് പോവുകയാണ്. പിന്നീട് ഇവർ ഇതിന് അഡിക്റ്റ് ആവുന്നു. നമ്മൾ ഓൺലൈൻ റമ്മികളി എന്ന് പറയുന്നത് പോലെ പലരും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം നമുക്ക് വേദന ഉണ്ടാക്കിയ സംഭവങ്ങൾ പലതുണ്ട്. പക്ഷെ ആ നിലയ്ക്ക് തന്നെ ഇവർ ഈ മേഖലയിലേക്ക് വ്യാപരിക്കുകയും ഈ കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയുന്നത് പോലെ, പരകായ പ്രവേശം എന്ന് പറയുന്നത് പോലെ ഇവർ പലതിലും വിശ്വസിക്കുകയാണ്. മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാം, പുനർജനിക്കാം, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പ്രവേശിക്കാം, ആത്മാവിനെ മറ്റൊരിടത്തേക്ക് പറഞ്ഞുവിട്ട് തിരികെ വീണ്ടും ശരീരത്തിൽ പ്രവേശിപ്പിക്കാം. ഈ തരത്തിലൊക്കെ നമ്മളിൽ നോവലിലോ സിനിമയിലോ ഒക്കെ കാണുന്ന സാങ്കല്പികമായ കാര്യങ്ങൾ, അത് വളരെ ശാസ്ത്രീയമെന്ന് വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് മുഴുവൻ സമയവും അങ്ങനെ നടക്കുകയും ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഏതായിരുന്നാലും ദിനോസറുകൾ ജീവിച്ചിരിക്കുന്നു, അവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കയറ്റിവിട്ടു. ഇനി ഇപ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്ന മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളും അടക്കം 90% ജീവിവർഗത്തെയും 2 ഗ്രഹങ്ങളിലായി ഇനി കയറ്റിവിടാം. ഉൾക്കയിൽ നിന്നുള്ള ഇന്ധനം ഇങ്ങനെ പോകുന്ന വാഹനങ്ങൾക്ക് ഉപയോഗിക്കാം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. പല രാജ്യങ്ങളും നടത്തുന്ന പരീക്ഷണങ്ങൾ, അതേക്കുറിച്ചൊക്കെയും ഈ PDF ഫയലിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഫലിപ്പിക്കുകയാണ്, ആളുകളെ വിശ്വസിപ്പിക്കുകയാണ്. ഇതിൽ പലരും വീണുപോകുന്നു എന്നതാണ് സത്യം. ചെറുതും വലുതുമായ മന്ത്രവാദ സംഘങ്ങളോ അങ്ങനെയുള്ള നമ്മൾ നാട്ടിൽ പറയുന്നത് പോലുള്ള ആ ഒരു സംവിധാനത്തിന്റെ ഏറ്റവും മറ്റൊരു തലത്തിൽ നിൽക്കുന്ന, ഏറ്റവും സാമ്പത്തികമായി അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന നിലയിൽ ഒരു നമ്മുടെ നെറ്റ്വർക്കുകളെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റുകൾ, പലവിധ വെബ്സൈറ്റുകളുണ്ട്. ഈ ശാസ്ത്ര പുരോഗതിയെ ആ നിലയ്ക്ക് മാറ്റിക്കൊണ്ട് ഒരുപക്ഷെ ഗുണം എത്രയാണോ നമ്മുടെ സമൂഹത്തിന് അതിൽ നിന്ന് കിട്ടുന്നത് അതിന്റെ എത്രയോ മടങ്ങ് ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവിടെയാണ് ഈ ഡാർക്ക് നെറ്റ് പോലുള്ള സംവിധാനങ്ങൾ. അവിടെ എല്ലാത്തരം നമ്മൾ പറഞ്ഞു, നമ്മുടെ നെറ്റ്വർക്കിന്റെ വലിയൊരു ശതമാനവും ഇത്തരം ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് അവർ പല രാജ്യങ്ങളിൽ ഇരുന്ന് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. പലവിധ സംഘങ്ങളുണ്ട്, ലഹരി മാഫിയയുണ്ട്, ലോകത്ത് നടക്കുന്ന ലഹരി വ്യാപാരത്തിന്റെയൊക്കെ കണ്ണികൾ ഇതിലൂടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ
പലവിധ വാർത്തകളായി പുറത്തു വന്നിട്ടുള്ളതാണ്. അത്തരം സംവിധാനങ്ങളിൽ വിനോദ്, ഇവരെ കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണോ? കാരണം ഡാർക്ക് നെറ്റിലൂടെയാണ് ഇവർ ഇതിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ബ്ലാക്ക് മാജിക് സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ കേഡൽ ജീൻസൺ രാജയുടെ കേസ്. കേഡൽ ജീൻസൺ രാജ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു വിചിത്രമായ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയും അടക്കം 4 പേരെ സ്വന്തം വീട്ടിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത. ഇപ്പോഴും താൻ തൻ്റെ മാതാപിതാക്കളുമായി അവരുടെ ആത്മാക്കളോട് സംസാരിക്കുന്നുണ്ടെന്ന് കേഡൽ ജീൻസൺ പറയുന്നുണ്ട്. അത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ആ കേസിൽ അതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, കേഡൽ ജീൻസനെ നിയന്ത്രിച്ചതാരാണ്, ഇതൊന്നും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കേസിലും ഈ 3 പേരുടെയും മരണവുമായി ബന്ധപ്പെട്ട കേസിലും യഥാർത്ഥ പ്രതികളിലേക്ക് അല്ലെങ്കിൽ ഇവരെ ഇതിലേക്ക് എത്തിച്ച ആ കണ്ണികളിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിയുമോ? ടോം, ഇതിൽ ഇവർ പരതുന്നതാണ്. ഒരുപക്ഷെ ഇവർ മറ്റാരെങ്കിലുമായി സംബന്ധിച്ചിരുന്നു, ആ കാര്യങ്ങളൊക്കെയും ഇനി പുറത്തു വരേണ്ടതുണ്ട്. വീട്ടുകാരെ കൂടി, ഇപ്പോൾ ഈ പെൺകുട്ടികളുടെ അടക്കം വീട്ടുകാരെ കൂടി കൃത്യമായി മൊഴിയെടുക്കുന്നതിനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ചില ബന്ധുക്കൾക്കെങ്കിലും നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവർ ഇതിനെ വിലക്കിയിരുന്നു, ആ തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വരുന്നു. പക്ഷേ ഒരു അന്ധവിശ്വാസം എന്ന നിലയ്ക്ക് ഇവരുടെ ചിന്താഗതികൾ ആ വഴിക്ക് മാറുകയും ഇവർ അതുമായി ബന്ധപ്പെട്ട സൈറ്റുകളിലേക്ക് പോവുകയും അത് തിരയുകയും അതിന്റെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റാരെങ്കിലും ഇവരെ സ്വാധീനിച്ചിരുന്നു, പ്രത്യേകിച്ച് ഇവർ സംസ്ഥാനം വിട്ടുപോയി ഒരു ആത്മഹത്യ ചെയ്യുമ്പോൾ അവിടെ ആരെങ്കിലും ഇവരെ സ്വാധീനിച്ചിരുന്നോ, അത് നേരിട്ടോ അല്ലാതെയോ ഒരുപക്ഷെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോകണം, അവിടെ ഇങ്ങനെ ജീവൻ വെടിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് പോകും, ആ ഒരു തരത്തിലുള്ള വിശ്വാസം നിലനിൽക്കുന്ന കേന്ദ്രം, അതിനുശേഷം അവിടെ ചെന്ന ശേഷം മറ്റാരെങ്കിലുമായും ഇവർ ഇടപെട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. പക്ഷേ CCTV ക്യാമറകൾ അരുണാചൽ പ്രദേശ് പോലീസിന്റേതായി നേരത്തെ തന്നെ അവർ ശേഖരിച്ച ദൃശ്യങ്ങൾ, അതിൽ ഇവർ വളരെ ഹാപ്പിയായി പോകുന്നതാണ് കാണുന്നത്. പക്ഷേ മറ്റാരുടെയെങ്കിലും ആ ഒരു സ്വാധീനമോ സാന്നിധ്യമോ ഒന്നും തന്നെ ആ ദൃശ്യങ്ങളിൽ ഉള്ളതായ വിവരം പുറത്തു വന്നിട്ടില്ല. ഇവർ സ്വന്തം നിലയ്ക്ക് അവിടെ പോവുകയും ഇങ്ങനെ ചില വിശ്വാസങ്ങൾ ആ പ്രദേശത്തുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഈ സ്ഥലം തിരഞ്ഞെടുത്തു, അവിടെ പോയി എന്ന നിലയ്ക്കാണ്. ബ്ലൂ പൈൻ എന്ന ഒരു ഹോട്ടലിലാണ് ഇവർ താമസിച്ചിരുന്നത്. 305 നമ്പർ മുറി. ഈ മുറിക്കുള്ളിൽ ഒരു പാത്രത്തിൽ തലമുടികൾ, അതിൽ വളപ്പൊട്ടുകൾ, 3 പേരും ശരീരം മുറിച്ച്, കൈത്തണ്ട ഉൾപ്പെടെ മുറിച്ച് മരിച്ച നിലയിൽ, രക്തം വാർന്ന നിലയിലായിരുന്നു. ആര്യയുടെ മൃതദേഹം തറയിലും ദേവിയുടേത് കട്ടിലിലും നവീന്റേത് കിടപ്പുമുറിയിലുമായിരുന്നു. 2 പേരെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. പക്ഷേ അതിനു മുൻപും അവിടെ ഈ മന്ത്രവാദം പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർ ശ്രമിച്ചിരുന്നു എന്നതിന്റെ ചില സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള സൈറ്റുകൾ തിരഞ്ഞു പോയി. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി ഇവർ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നത് ഇനി വരും ദിവസങ്ങളിലാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള ചാറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ടോം പറഞ്ഞതുപോലെ രാജ്യത്തിന് പുറത്തുള്ള ആളുകളുമായാണെങ്കിൽ ഇതിൽ പോലീസിന് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഏജൻസികൾക്ക്, അത് സംസ്ഥാന ഏജൻസി ആയിരുന്നാലും കേന്ദ്ര ഏജൻസി ആയിരുന്നാലും അവർക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഇവിടെ ബോധവൽക്കരണവും അത് തിരിച്ചറിയാനുള്ള ശേഷിയുമാണ് ഉണ്ടാകേണ്ടത്. ഇങ്ങനെ അറിവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ ഇതിന് പിറകെ പോവുകയാണ്. മറ്റൊരു ഗ്രഹത്തിൽ പോയി അവിടെ ജീവിക്കാം എന്ന തരത്തിൽ ചിന്തിക്കുന്നു. അത് ശാസ്ത്രീയമായി എന്തെങ്കിലും അടിത്തറ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. കാരണം ഇപ്പോഴും പല രാജ്യങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം പല രാജ്യങ്ങളും മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങളോ ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ ഇങ്ങനെ മിതി എന്ന ഒരു സാങ്കല്പിക കഥാപാത്രം ഒരു ഇന്റർവ്യൂ നൽകുന്നത് പോലുള്ള ലേഖനം, ആ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവൻ വെടിയാനുള്ള തീരുമാനം, ഇതെല്ലാം തന്നെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു യുവത ചെയ്യേണ്ടിയിരുന്നതാണോ, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റായ വഴിയിൽ പോയി, ഇങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് പോയി എന്നത് ചിന്തിക്കേണ്ടതാണ്. ടോം. യെസ്, വ്യക്തമാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇത് ഏറെ ചിന്തിക്കേണ്ട വിഷയമാണ്. കൃത്യമായ ബോധവൽക്കരണം വേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ആളുകളാണ്, യുവാക്കളാണ് ഇതിൻ്റെയൊക്കെ കെണികളിൽ വീഴുന്നത് എന്നതാണ് ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഒരു കാര്യം നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇതുപോലുള്ള സംഭവങ്ങൾ, ആശയങ്ങൾ, തെറ്റായ ആശയങ്ങൾ, വിചിത്രവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും നമ്മളെ സമീപിച്ചേക്കാം. ഡാർക്ക് നെറ്റുകൾ വഴിതെറ്റിക്കാൻ
ഒരു ഇരുണ്ട തലമുറയാണ്, അല്ലെങ്കിൽ ഇരുണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന കാര്യം ഓർക്കുക. ഇത്തരം കെണികൾ പെടുമ്പോൾ, അതല്ലെങ്കിൽ ഇത്തരം വിചിത്ര ആശയങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് കൂടി നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ചട്ടിക്കൊണ്ടുള്ള കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഫോൺ വിളിക്കണം. അത്യാവശ്യമായിട്ട് പോയതാണ്. ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പോലും നിങ്ങൾ സംസാരിക്കാൻ സമ്മതിച്ചോ? ചട്ടിക്കൊണ്ടുള്ള കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഫോൺ വിളിക്കണം. അത്യാവശ്യമായിട്ട് പോയതാണ്. ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പോലും നിങ്ങൾ സംസാരിക്കാൻ സമ്മതിച്ചോ? പഞ്ചായത്ത് അംഗത്തിന്റെ തിരോധാനം, പിന്നീട് അവർ തിരിച്ചെത്തുന്നു. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത്. UDF അംഗങ്ങൾ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിടുകയായിരുന്നുവെന്നാണ് പഞ്ചായത്ത് അംഗം വസന്ത ആരോപിച്ചത്. ഉച്ചയ്ക്ക് മുൻപ് വസന്ത പിന്നീട് തിരിച്ചെത്തുന്നു. ഇന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു സംഭവം. വോട്ട് ചെയ്യാൻ തയ്യാറല്ലെന്ന് വസന്ത അറിയിച്ചതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമ്മുടെ നാട്ടിൽ അങ്ങനെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പഞ്ചായത്ത് അംഗത്തെ തട്ടിക്കൊണ്ടുപോകുന്നു, മണിക്കൂറുകൾക്ക് ശേഷം അവരെ മോചിപ്പിക്കുന്നു. എന്തൊക്കെ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് ഈ പെരിങ്ങമല പഞ്ചായത്ത് ഇന്ന് സാക്ഷ്യം വഹിച്ചത്? അരുൺ, പെരിങ്ങമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നാടകീയ സംഭവവികാസങ്ങൾ ഉണ്ടായത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വസന്തയുടെ കുടുംബാംഗങ്ങളാണ് അവരെ കാണാനുള്ള പരാതിയുമായി പോലീസിലും പഞ്ചായത്ത് ഓഫീസിലും എത്തിയത്. 5 ദിവസം മുമ്പ് ടൂറെന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് കോൺഗ്രസ് നേതാക്കൾ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് വസന്തയുടെ ഭർത്താവിന്റെ പരാതി. വസന്തയുടെ മകളും ഇതേ പരാതിയുമായി രംഗത്ത് വന്നു. തന്നെയും ടൂറിന് പോകാൻ ക്ഷണിച്ചെങ്കിലും താൻ പോയില്ല. പക്ഷേ ടൂറിനാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം അവരെ തിരികെ കൊണ്ടുവന്നില്ല? വന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കേണ്ടതാണ്, വോട്ട് ചെയ്യില്ലെന്ന് വസന്ത നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയത്, അവരെ അപായപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ആദ്യം കുടുംബം രംഗത്ത് വന്നത്. എന്നാൽ കുറെ കഴിയുമ്പോൾ വസന്ത 11 മണിയോടുകൂടി വസന്ത പഞ്ചായത്ത് ഓഫീസിൽ എത്തി. കുടുംബത്തിന്റെ ആരോപണം അവരും ശരിവച്ചു. തന്നെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു
ടൂറൊന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോകുകയെന്ന് വസന്തയും പറയുന്നു. തെരഞ്ഞെടുപ്പിൽ ലീഗിന് UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ പ്രതികാരമാണ് അവരുടെ നടപടി. താൻ ഇനിയും അവർക്കൊപ്പം സഹകരിക്കാനില്ലെന്നും വസന്ത വ്യക്തമാക്കി. അരുൺ, അത്തരമൊരു തീരുമാനം എടുക്കാൻ ഈ വസന്തയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? എന്തുകൊണ്ടാണ് അവർ ഈ UDF വോട്ട് ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ട് ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് വസന്ത ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ടോ? പെരിങ്ങമല പഞ്ചായത്ത് ഇടത് വലതു മുന്നണികൾക്ക് തുല്യ ശക്തിയുള്ള പഞ്ചായത്താണെങ്കിലും എണ്ണം നോക്കുമ്പോൾ ഒരു സീറ്റ്, ഒരു അംഗം കൂടുതലാണ് UDF-ന്. നേരത്തെ UDF ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിരുന്നത്. എന്നാൽ ചില അംഗങ്ങൾ UDF കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്നതിനെ തുടർന്ന് അവർക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. ഇപ്പോഴും 8 UDF 7 LDF എന്ന നിലയിലാണ് പഞ്ചായത്തിലെ ബലാബലം. അതിൽ 8-ൽ 2 പേർ ലീഗ് അംഗങ്ങളാണ്. അതിലൊന്നാണ് വസന്ത. സ്വാഭാവികം വസന്ത കൂടി UDF-നെ വിട്ടാൽ അവരുടെ അംഗബലം വീണ്ടും കുറയും. വൈസ് പ്രസിഡന്റ് അവർക്ക് ജയിക്കാനാകില്ല. നേരത്തെ വൈസ് പ്രസിഡന്റായിരുന്ന വസന്തയെ കോൺഗ്രസ് ലീഗ് നിർബന്ധിച്ച് രാജിവെപ്പിച്ചുവെന്നും കുടുംബത്തിന്റെ പരാതിയുണ്ട്. അതിനുശേഷം നസീമ എന്ന മറ്റൊരാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അതിനെ വസന്ത എതിർത്തു. അതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോവുകയും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഏതായാലും CPM ഇപ്പോൾ വസന്തയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നിട്ടുണ്ട്. CPM ഏത് വിധേനയും വസന്തയെ സംരക്ഷിക്കും. വസന്ത അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, പക്ഷേ അവരെ ഈ രീതിയിൽ തട്ടിക്കൊണ്ടുപോയി രാഷ്ട്രീയ നാടകം കളിച്ചതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് CPM ആവശ്യപ്പെടുന്നുണ്ട്. അരുൺ, എന്തായാലും CPM ഇവർക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് UDF ഈ വിഷയത്തിൽ? UDF-ന്റെ നിലപാട് എന്താണ്? ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോയി എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ UDF നേതൃത്വം ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകുന്നുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്, ഇത് ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഒരാളെ തട്ടിക്കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ പോലീസിന് ഇവർ പരാതി നൽകിയിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ അരുൺ? കഴിഞ്ഞ കുറച്ചു നാളുകളായി രാഷ്ട്രീയമായി വലിയ ചർച്ചാ വിഷയമാണ് പെരിങ്ങമല പഞ്ചായത്ത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് കൂറുമാറിയതോടുകൂടി പഞ്ചായത്ത് ഭരണം കോൺഗ്രസ് നഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ അവിടെ അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ പാലൂട് രവി അധ്യക്ഷസ്ഥാനം രാജിവെക്കാൻ തയ്യാറായതും വലിയ വാർത്തയായിരുന്നു, വലിയ വിവാദമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്താണ് പെരിങ്ങമല. അവിടെ പോലും അത്തരത്തിലൊരു ഭരണം സംരക്ഷിക്കാൻ കഴിയാത്ത പ്രസിഡന്റിനെതിരെ വലിയ വിമർശനം പാർട്ടി ഉയർന്നു വരിക. അദ്ദേഹം രാജ്യസന്നദ്ധ അറിയിക്കരുത്. പിന്നീട് അദ്ദേഹം നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരം ഇടപെടൽ കാരണം അത് പിൻവലിച്ചു. എങ്കിലും ഇപ്പോഴും വലിയ തർക്കങ്ങൾ. അതിനുശേഷം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലം കൂടിയാണ് പെരിങ്ങമല. അവിടെ ഈ പെരിങ്ങമല പഞ്ചായത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ ലീഗ് കോൺഗ്രസ് അംഗങ്ങൾ വലിയ തർക്കമുണ്ടായിരുന്നു. ലീഗ് പ്രതിനിധിക്ക് സംസാരിക്കാൻ അവസരം നൽകിയത് വൈകിയെന്നാരോപിച്ച് പഞ്ചായത്ത് കൺവെൻഷനിൽ വലിയ തർക്കമുണ്ടായി, ബഹളമുണ്ടായി. കൺവെൻഷൻ നിർത്തിവെച്ച ഒരു സ്ഥലം കൂടിയാണ്. ഏതായാലും വീണ്ടും അവിടെ രാഷ്ട്രീയ ചർച്ചകൾ തുടർന്നുമുണ്ടാകും, വലിയ വിവാദങ്ങൾ ഉണ്ടാകും ഉറപ്പായിരിക്കുന്നു. ഇന്ന് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വസന്ത വിട്ടുനിന്നതിനെ തുടർന്ന് മാറ്റിവച്ചിട്ടുണ്ട്. അത് നാളത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാളെ വസന്ത പങ്കെടുത്ത് എതിർത്ത് UDF എതിർത്ത് വോട്ട് ചെയ്താലും അത് UDF-ന്റെ അവിടുത്തെ അംഗബലത്തെ, അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കും, അല്ലെങ്കിൽ അവിടെ അവരുടെ ശക്തി ക്ഷയിപ്പിക്കും. അതുകൊണ്ട് തന്നെ തുടർ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പെരിങ്ങമല പഞ്ചായത്ത് ഇനിയും വേദിയാകും. SC/ST നിയമപ്രകാരം ഇവരെ തട്ടിക്കൊണ്ടുപോയവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ് വസന്ത. അങ്ങനെ അത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയവർക്ക് കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. പോലീസും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ചതാണ്. എങ്ങനെ, ആരാണ് വസന്തയെ തട്ടിക്കൊണ്ടുപോയത്, എവിടെയാണ് അവരെ പാർപ്പിച്ചെന്ന കാര്യങ്ങളിലൊക്കെ തുടർ അന്വേഷണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യക്തമാണ്. VV അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇത് രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലാണെങ്കിലും പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് വസന്തയും കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്നത്. പോലീസ് ഉടൻ തന്നെ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് VV അരുൺ സൂചിപ്പിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്. ഗോപുനന്ദിലൊക്കെ വലിയ സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBI ഏറ്റെടുക്കാൻ കേന്ദ്രം എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി.
വിജ്ഞാപനം ഹാജരാക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. കാലതാമസം അന്വേഷണത്തെ ബാധിക്കുമെന്നും കാലതാമസം ഉണ്ടായാൽ ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് വരില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു, ഉത്തരവിടുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ CBI അന്വേഷണം ഇതുവരെയും ഏറ്റെടുക്കാത്തത് എന്നത് സംബന്ധിച്ചുള്ള ഒരു മറുപടി കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ CBIയോ ഇതുമായി ബന്ധപ്പെട്ടതിന് മറുപടി ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ടോ? ഈ ഒരു ഹൈക്കോടതി ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉത്തരവിട്ടിരിക്കുന്നത് ആജ്ഞ? ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവാണ് കേട്ടോ. ശരിക്കും CBIയുടെ അന്വേഷണം വേണം. CBIക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി കഴിഞ്ഞ മാർച്ച് 9-നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ CBIക്കുള്ള അന്വേഷണം കൈമാറാനുള്ള രേഖകൾ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടില്ല എന്നൊരു വാദം കൂടി കാണിച്ചിട്ടാണ് സംസ്ഥാന അച്ഛൻ ജയപ്രകാശ് ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകിയിരുന്നത്. അന്വേഷണം വൈകിപ്പിക്കുന്ന ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നൊരു സൂചന കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അന്വേഷണത്തിനുള്ള റിപ്പോർട്ടുകൾ, പ്രൊഫോമ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് കൈമാറാൻ ഇത്ര കാലതാമസം എടുത്തത്? ഇതിൽ ക്ലറിക്കൽ ജോലികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ്? ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇങ്ങനെ അന്വേഷണം താമസിപ്പിക്കാൻ കരുതൽ എടുക്കുന്നത് എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എത്രയും വേഗം CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കണമെന്നും ആ വിജ്ഞാപനത്തിന്റെ രേഖ ഹൈക്കോടതിയിൽ അടിയന്തരമായി ഹാജരാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഇടക്കാല ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുത്തേ മതിയാവൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജിയിൽ ആണ് സംസ്ഥാന സർക്കാർ അന്വേഷണം വൈകിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വേഗം തീർപ്പ് വേണമെന്ന് ഹർജിയിൽ സൂചനയുണ്ടായിരുന്നു. ഇതിലാണ് ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ മാസം 9-ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ടോം, ആജ്ഞ, എന്തായാലും ഈ മാസം 9-ന്, അതായത് വരുന്ന ചൊവ്വാഴ്ചയാണ് ഇനി കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിന് മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായി ഈ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി, അതായത് ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുത്തുകൊണ്ടുള്ള CBI അന്വേഷണത്തിൻ്റെ വിജ്ഞാപനം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാമോ ആജ്ഞ? കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും CBIയെയും പ്രതിയാക്കിക്കൊണ്ടാണ് ഈ ഹർജി ജയപ്രകാശ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. CBI അന്വേഷണം വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം വേണമെന്നാണ് CBIയുടെ നിലപാട്. അങ്ങനത്തെ ഒരു വിജ്ഞാപനം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് CBI അന്വേഷിക്കാത്തതെന്നുള്ള CBIയുടെ ഭാഗത്തുള്ള വിശദീകരണം അങ്ങനെയായിരുന്നു. അതേസമയം സംസ്ഥാന സർക്കാർ ഈ രേഖകൾ നൽകാൻ, പ്രൊഫോമ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് വൈകിയിരുന്നു. ഇത് കാണിച്ചിട്ട് ഇതിൽ ഈ കാര്യത്തിൽ കാലതാമസമുണ്ടാക്കിയതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു നേരത്തെ. പക്ഷേ ഇത്തരമൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് പ്രഹസനം മാത്രമാണെന്നാണ് ജയപ്രകാശിന്റെ വാദം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അന്വേഷണ കമ്മീഷൻ, ഗവർണർ പ്രഖ്യാപിച്ച ഒരു അന്വേഷണ കമ്മീഷൻ ഇതിൽ കേസന്വേഷണം നടത്തുന്നുണ്ട്. CBI വന്നാൽ കൊലപാതക കുറ്റം മാത്രമേ, അല്ലെങ്കിൽ കൊലപാതകം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. അന്വേഷണ കമ്മീഷൻ പാർലയിൽ മറ്റൊരു അന്വേഷണം കൂടി നടത്തുന്നതോടെ കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്താനാകുമെന്നാണ് ജയപ്രകാശിന്റെ വാദം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഈ കാര്യത്തിൽ തീരുമാനമുണ്ടായേ പറ്റൂ എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഹൈക്കോടതി ഇത് ഉത്തരവായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള നീക്കങ്ങൾ വേഗം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, ആജ്ഞ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഈ CBI അന്വേഷണം ഏറ്റെടുക്കാൻ അതിന് കാലതാമസം ഉണ്ടായാൽ അത് അന്വേഷണത്തെ സ്വാഭാവികമായും ബാധിക്കാം. കാലതാമസം ഉണ്ടായാൽ ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് വരില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്
ഈ സിദ്ധാർത്ഥിന്റെ കുടുംബം ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാം ഈ സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസ് പല രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ, രാഷ്ട്രീയ ഇടപെടലൊക്കെ ഉണ്ടാകുന്നു എന്ന ആരോപണം കൂടി നിലനിൽക്കുന്നൊരു പശ്ചാത്തലമാണ്. പോലീസ് നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് വളരെ അതിവേഗത്തിൽ ചില നടപടികൾ, തെളിവെടുപ്പ് നടത്തുന്നു, തെളിവ് ശേഖരണം നടത്തുന്നു. ഇതൊക്കെ ഈ കേസ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന രീതിയിലുള്ളൊരു ആക്ഷേപം കൂടി നേരത്തെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ, അതായത് ഈ CBI അന്വേഷണത്തിൽ ഉടനടി വിജ്ഞാപനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ സമർപ്പിച്ച ഹർജിയിലും ഇത്തരമൊരു ആശങ്ക, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരയ്ക്ക് നീതി കിട്ടില്ല, തങ്ങൾക്ക് നീതി കിട്ടില്ല എന്നൊരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ? ടോം സൂചിപ്പിച്ചത് ശരിയാണ്. സിദ്ധാർത്ഥ് കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥ് മരിക്കുന്നതെന്നാണ് 2:30 മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്, മരിച്ചു എന്ന് അറിയിക്കുന്നത്. പക്ഷേ FIR രേഖപ്പെടുത്തിക്കുന്നത് 4:30 മണിക്കാണ്. അതു മുതൽ സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെന്നാണ് ജയപ്രകാശിന്റെ വാദം. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥ് മരിച്ചതിന്റെ ഹിന്ദു ചടങ്ങുകൾ പ്രകാരമുള്ള 41-ാം ദിവസത്തെ ഉള്ള ചടങ്ങുകൾക്ക് ശേഷം ജയപ്രകാശ് സിദ്ധാർത്ഥന്റെ ഹോസ്റ്റൽ മുറി സന്ദർശിക്കുന്നു. ആ കട്ടിലിരിക്കുന്നു. എനിക്ക് ഇവിടെ വരെ ഇത്ര ദൂരം വരേണ്ടി വന്നത് എൻ്റെ മകന് നീതി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇത്രയും ആ നടുത്തളത്തിലൊക്കെ, അതായത് സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ച മുറി, നടുത്തളം, ഇവയൊക്കെ നിരീക്ഷിച്ച ശേഷം അദ്ദേഹം പറയുന്നു, ഇത്ര ദൂരം അവൻ 1.5 കിലോമീറ്റർ ദൂരത്തോളം കേൾക്കത്തക്ക രീതിയിൽ അലറിക്കരഞ്ഞിരുന്നു. 50 മീറ്റർ ഉള്ളിൽ താമസിച്ചിരുന്ന ഹോസ്റ്റൽ വാർഡൻ കൂടിയായിരുന്ന ഡീൻ ഇത് കേട്ടില്ലേ? ഇങ്ങനെ പലതരം ചോദ്യങ്ങൾ സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി, SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഇടയ്ക്കിടെ ക്യാമ്പസ് സന്ദർശിക്കുന്നു. അത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയിരുന്ന പെൺകുട്ടിയെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊന്നും നടപടിയായിട്ടുമില്ല. മാത്രമല്ല, മാർച്ച് 9-നാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി CBI അന്വേഷണം വേണം, ഈ കേസിൽ CBI അന്വേഷണം നടത്താമെന്ന് ഒരു നിർദ്ദേശം നൽകുന്നത്. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിയോട് CBI അന്വേഷണം വേണമെന്ന് ജയപ്രകാശ് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. എന്നാൽ ആ ദിവസം മുതൽ ഇങ്ങോട്ട് ഇത്രയും ദിവസമായിട്ട് ഇത് സംബന്ധിച്ച പ്രൊഫോമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വിഭാഗം തയ്യാറായിട്ടില്ല. അതിന്മേലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഇതിൽ ക്ലറിക്കൽ ജോലികൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം വൈകുന്നത്? ഇനിയും വൈകിയാൽ ഒരു പക്ഷേ ഇരയ്ക്ക് നീതി കിട്ടുന്ന സാഹചര്യം വിദൂരത്തായിരിക്കും എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഈ കേസ് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അതിൽ ഇത്രയധികം കാലതാമസം ഉണ്ടാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകിയത്. ആ ഹർജിയുടെ ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവായി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിച്ചേ പറ്റുള്ളൂ എന്നൊരു വിജ്ഞാപനം ഇറക്കിയേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ മാസം 9-ന്, അതായത് ചൊവ്വാഴ്ച, വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. തൃശൂർ മൂർക്കനാട് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഉത്സവത്തിനിടെ സംഘർഷവും കത്തിക്കുത്തും നടന്നിരുന്നു. ആ കത്തിക്കുത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത്. ബുധനാഴ്ച തന്നെ ഒരു യുവാവ് കൊല്ലപ്പെട്ടു. ഇപ്പോൾ രണ്ടാമത്തെ ആളും, ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് രണ്ടാമത്തെ ആളും മരിച്ചുവെന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ആനന്ദപുരം സ്വദേശി സന്തോഷാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ സന്തോഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ആക്രമണം നടന്ന ബുധനാഴ്ച അക്ഷയ് എന്ന യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പേരെ നിലവിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ ഗുണ്ടാ സംഘങ്ങൾ, 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി ക്ഷേത്രോത്സവത്തിനിടെ സംഘർഷമുണ്ടാകുന്നു. അത് കത്തിക്കുത്തിൽ കലാശിക്കുന്നു. അന്നേ ദിവസം തന്നെ ആണ് അക്ഷയ് എന്ന യുവാവ്, 21-കാരൻ, കൊല്ലപ്പെടുന്നത്. ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിന്റെ മരണം സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എപ്പോഴാണ് ഈ സന്തോഷിന്റെ മരണം സംഭവിച്ചത്, നവമി?
ടോം, ഈ സംഭവം നടന്ന ശേഷം ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് സന്തോഷ് മരിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ വലിയൊരു ചർച്ച തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. കാരണം ഈ ഒരു ഗുണ്ടകളുടെ ഇത്തരത്തിൽ, അതായത് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആക്രമണം, പിന്നീട് 6 പേരെയാണ് ഇത്തരത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചത്. അതിൽ അക്ഷയ് എന്ന ചുള്ളിപ്പറമ്പ് സ്വദേശി അക്ഷയ് അന്ന് തന്നെ മരിച്ചിരുന്നു. അതിനുശേഷമാണ് ആനന്ദപുരം സ്വദേശി സന്തോഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നത്. ഈ ഒരു സംഘർഷത്തോടനുബന്ധിച്ച് 6 പേരാണ് വിവിധ ആശുപത്രിയിലുള്ളത്. ഒപ്പം തന്നെ 6 പേരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്കെല്ലാം തുടക്കം ഒരു ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട ഒരു മത്സരത്തിനിടയിലുണ്ടായ ചെറിയ എന്തോ വാക്കുതർക്കമാണ് വലിയൊരു സംഘർഷത്തിലേക്ക് നയിച്ചത്. അതിനുശേഷം തന്നെ ഇവർ ഉത്സവത്തിന്, അതായത് ഈ ശിവക്ഷേത്രത്തിലെ മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് നടന്ന ശേഷമായിരുന്നു ഇവർ 2 സംഘങ്ങളായി തിരിഞ്ഞ് അവിടെ വലിയൊരു സംഘർഷം നിലനിർത്തിയത്. അന്ന് ആ സമയത്ത് തന്നെ വലിയൊരു സംഘർഷം ആ സ്ഥലത്ത് നിലനിൽക്കുകയും പിന്നീട് ഉത്സവമൊക്കെ പെട്ടെന്ന് ആഘോഷങ്ങളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്നു. ആ രീതിയിൽ തന്നെ 2 സംഘങ്ങളായി ഇവർ തിരിഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഒരു ഭീകര അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയും അവിടെ വെച്ചാണ് ഇത്തരത്തിൽ കുത്തേൽക്കുന്നത്. ഇവർക്ക് 6 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേർക്ക്, അക്ഷയ്ക്കും സന്തോഷിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. അക്ഷയ് തത്സമയം തന്നെ മരിച്ചിരുന്നു. പിന്നീട് സന്തോഷിനെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് പ്രത്യേകിച്ചും ഈ തൃശ്ശൂർ, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ക്ഷേത്രോത്സവത്തിനിടെ ഗുണ്ടാ കുടിപ്പകൾ അല്ലെങ്കിൽ മുൻവൈരാഗ്യം, അതിന്റെ പകയൊക്കെ തീർക്കുന്ന ഒരു വേദിയായി അല്ലെങ്കിൽ സ്ഥലമായി ഈ ഉത്സവ പറമ്പുകൾ മാറുന്ന കാഴ്ചകൾ ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട്, അതായത് ഇവിടെ ഈ തൃശ്ശൂർ മൂർക്കനാട് ഈ സംഘർഷം സൃഷ്ടിച്ചത്, അതിന്റെ ദൃശ്യങ്ങൾ പോലും കണ്ടു കഴിഞ്ഞാൽ ഭയം തോന്നും. ഗുണ്ടാ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ ഉത്സവപ്പറമ്പിൽ അഴിഞ്ഞാടുന്ന കാഴ്ച. കൊലപാതക കേസിലടക്കം പ്രതികളായിട്ടുള്ളവരാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? ഈ ഉത്സവ സമയത്ത് ഈ ഗുണ്ടാ സംഘങ്ങൾ ഇങ്ങനെ അവിടെ വിലസുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഇതൊന്നും പോലീസ് അറിഞ്ഞു പോലുമില്ലേ നവമി? ആ സമയത്ത് തന്നെ വലിയൊരു ആരോപണം ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ നിലനിന്നിരുന്നു. കാരണം ഈ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അറിയിക്കേണ്ട ഒരു കടമയുണ്ട്, അത് അവർ കൃത്യമായി നിർവഹിച്ചു. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ആ സമയത്ത് തന്നെ ക്ഷേത്ര പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. വേണ്ട രീതിയിലുള്ള ഒരു പോലീസിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ സുരക്ഷയോ അവിടെ ഉറപ്പാക്കിയിട്ടില്ല. പിന്നീട് ഇവരൊരു സംഘങ്ങളായി വന്നു. ഇവർ പലരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സംഘർഷത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ സംഘർഷം ഉണ്ടാക്കിയവരെല്ലാം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അവർക്ക് മറ്റ് പല അടിപിടി കേസുകളിലുമൊക്കെ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ഉള്ളവരാണ്. എങ്കിൽ പോലും പോലീസ് വേണ്ട വിധത്തിൽ അവിടെ ഒരു സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളൊരു ആരോപണം അവർ നേരത്തെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനു മുൻപ്, അതായത് ഒരു ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു തർക്കമാണ്, ഒരു വാക്ക് തർക്കമാണ് പിന്നീട് ഇവരുടെ മനസ്സിലൊരു പകയായി നിൽക്കുകയും ഉത്സവ പറമ്പിൽ വെച്ച് ഇതിനൊരു പ്രതികാരം തീർക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയും 2 സംഘങ്ങളായി നിന്ന് ഇവർ പരസ്പരം പോരാടുകയും ചെയ്തത്. ഈ ഒരു പോരാട്ടം തന്നെ ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലും അവിടെയുള്ളവർ, നാട്ടുകാർ, ദൃക്സാക്ഷികളും ഒക്കെ പറയുന്നു. മദ്യപിച്ച് തന്നെയാണ് ഈ യുവാക്കൾ അവിടെ എത്തുകയും ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത്. ഇവരുടെ ഒരു സംഘർഷം തുടക്കുന്ന സമയത്ത് തന്നെ പലരും ഇടപെടുകയുണ്ടായി, നാട്ടുകാരൊക്കെ ഇടപെടുകയുണ്ടായി. പക്ഷേ അവരെയൊക്കെ തള്ളിമാറ്റിക്കൊണ്ടായിരുന്നു ഈ യുവാക്കളുടെ പരസ്പരമുള്ള ഈ ഒരു അടിയും പോരാട്ടവും. പിന്നീടാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയും 2 പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. ഈ അടി രൂക്ഷമായതിനെ തുടർന്നാണ് പോലീസിനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് വേണ്ട പോലീസുകാർ അവിടെ എത്തുകയും ചെയ്തത്. അതിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി നാട്ടുകാരും അതോടൊപ്പം തന്നെ ഭരണസമിതിയും അടക്കം പറയുന്നുണ്ട്. പോലീസിന് വേണ്ട സുരക്ഷ പോലും അവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ള, ക്രിമിനൽ സ്വഭാവമുള്ള, ക്രിമിനൽ കേസുകളുള്ള യുവാക്കളാണ് അവിടെ എത്തി ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാക്കിയത്. എങ്കിലും പോലും പോലീസിന്റെ കൃത്യമായുള്ളൊരു നിരീക്ഷണം അവിടെ ഉണ്ടായില്ല എന്ന് അവിടെ ഭരണവാഹികളും ഒപ്പം തന്നെ ഈ നാട്ടുകാരും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഒപ്പം മറ്റ് 5 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. 6 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. 2 സംഘങ്ങളായി നിന്നായിരുന്നു വലിയ ഒരു സംഘർഷം അവിടെ നിലനിർത്തിയതും പിന്നീട്
കത്തിക്കുത്തിലേക്കുമൊക്കെ കലാശിക്കുകയും ചെയ്തത്. പോലീസിന്റെ ഒരു ഇടപെടൽ വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം തുടക്കം മുതൽ തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരത്തിൽ ഈ ഒരു മദ്യപിച്ച് ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഇവർ കയറുകയും ഈ ഒരു വെടിക്കെട്ട് കഴിയാൻ വരെ അവർ കാത്തിരുന്നു. അതായത് ഈ അമ്പലത്തിന്റെ ആഘോഷങ്ങളുടെയൊക്കെ ഒരു ചടങ്ങിന്റെ പകുതി സമയത്തായിരുന്നു ഇവരുടെ ഈ ഒരു ആക്രമണം, അല്ലെങ്കിൽ ഇവരുടെ പരസ്പരമായിട്ടുള്ള ഒരു സംഘടനമൊക്കെ അതിന്റെ പകുതിയിലായിരുന്നു. പിന്നീട് ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ഭാരവാഹികൾ. അത്തരത്തിൽ വലിയൊരു ഭീകര അന്തരീക്ഷമാണ് ഈ യുവാക്കൾ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തത്. എന്തായാലും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ളൊരു കുടിപ്പക അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഒക്കെ വിളയാട്ടം കൂടി വരികയാണ്. പോലീസിന്റെ ഒരു നിരീക്ഷണം, പോലീസിന്റെ ലിസ്റ്റിലുള്ള ക്രിമിനലുകളാണെങ്കിൽ പോലും പോലീസ് അത് വേണ്ട രീതിയിൽ നിരീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊന്നും നടത്തുന്നില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ആണ് ചെയ്യുന്നത് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മൂർക്കനാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഉണ്ടായ രണ്ട് കൊലപാതകം, രണ്ടുപേരുടെ മരണത്തിനാണ് കാരണമായത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടായിരുന്നു സംഘർഷവും കത്തിക്കുത്തും. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ATS. ഇതിന്റെ ഭാഗമായി ന്യൂസ് 18 വെളിപ്പെടുത്തൽ നടത്തിയ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ വീണ്ടും ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ATSന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ അല്പസമയം മുമ്പ് പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, രാവിലെ 11 മണിക്കാണ് ഔറംഗസേബിന് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഔറംഗസേബ് പരസ്യമായി തന്നെ ന്യൂസ് 18 വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച ഔറംഗസേബിനെ ചോദ്യം ചെയ്തപ്പോൾ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഔറംഗസേബിൽ നിന്നും ചോദിച്ചറിഞ്ഞിരുന്നു. മാത്രമല്ല, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് പെരുമ്പാവൂർ അനസിന്റെ മറ്റ് നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ, മുൻപ് നടന്നിട്ടുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, മറ്റ് ലഹരി ഇടപാടുകൾ, സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്ത്, വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഔറംഗസേബിനെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആജ്ഞ? ടോം, നമുക്കറിയാം ന്യൂസ് 18 പുറത്തുവിട്ട ന്യൂസ് 18ലൂടെ ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ATS ആയാലും പോലീസ് ആയാലും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കൈക്കൊള്ളുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഔറംഗസേബിനെ രണ്ടാമതാണ് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ 6.5 മണിക്കൂറോളം പെരുമ്പാവൂർ അനസിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ചോദിക്കാൻ വേണ്ടി 6.5 മണിക്കൂറോളം കഴിഞ്ഞ ആഴ്ചയിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ രണ്ടാമതായി ഈ 2 മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യലും ഉണ്ടായത്. ഇതിൽ പെരുമ്പാവൂർ അനസിനെ പറ്റിയുള്ള വിവരങ്ങൾ തന്നെയാണ് കൂടുതൽ ചോദിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. പെരുമ്പാവൂർ അനസിന്റെ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എത്ര തരത്തിലുള്ള കൊട്ടേഷനുകൾ, നിരവധി കൊട്ടേഷനുകൾ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു. കൊട്ടേഷനുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ലഹരി പ്രവർത്തനങ്ങൾ, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, സ്വർണം പൊട്ടിക്കൽ കേസ്, അതുപോലെ തീവ്രവാദവുമായി ബന്ധമുള്ള പ്രവർത്തനങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ കൊച്ചിയിൽ അധോലോകത്തിന്റെ ഈ ആക്ടിവിറ്റീസിനെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞത് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. അതുവരെ കൊച്ചി ശാന്തമായിരുന്നു എന്നൊരു മിഥ്യാധാരണയിലായിരുന്നു ഇവിടെയുള്ളവരും കേരളം മുഴുവനും. അതേ തുടർന്ന് പോലീസ് ഇങ്ങോട്ട് ഇവിടുത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന ഗുണ്ട ആക്ടിവിറ്റീസ് നടത്തുന്ന ആളുകളെ സ്കെച്ച് ചെയ്യുന്നു. അവരുടെ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടും ജാമ്യത്തിലിറങ്ങിയും പരോളിലിറങ്ങിയും പുറത്തു നടക്കുന്നവരുടെ മറ്റ് ആക്ടിവിറ്റീസ് എന്താണ്, അവരുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ എന്തൊക്കെയാണ്, അവരുടെ മറ്റു രേഖകളൊക്കെ പോലീസ് പരിശോധിക്കുന്നത്. അവരെ ട്രാക്ക് ചെയ്ത് തന്നെയാണ് അങ്ങനെ ഒരു
തരത്തിലുള്ള ഒരു നീക്കമാണ് പോലീസിന്റെയും ATSന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കാര്യത്തിൽ ATSും പോലീസും അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ അനസുമായി അതോടൊപ്പം നമുക്കറിയേണ്ടത് ഈ വർഷങ്ങളോളം പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന ഔറംഗസേബ് പിന്നീട് അനസിനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അതായത് അനസിനൊപ്പം ഉണ്ടായിരുന്ന പലരും, അനസിന്റെ വിശ്വസ്തരായിരുന്ന പലരും ഔറംഗസേബിന്റെ പക്ഷത്തേക്ക് മാറുന്നു. അനസിന്റെ വലം കൈയായിരുന്ന ഇബ്രാഹിം കുട്ടി അനസിനെതിരെ, പെരുമ്പാവൂർ അനസിനെതിരെ പരസ്യമായി പ്രതികരണം നടത്തുന്നു. ന്യൂസ് 18നോട് ഇത് സംബന്ധിച്ച് ഇബ്രാഹിം കുട്ടി പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. ഇബ്രാഹിം കുട്ടിയെയും ATS കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ചോദ്യം ചെയ്യാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കഴിഞ്ഞ ദിവസം ഈ നിഷിലിനെ, അനസിന്റെ സംഘത്തിലുണ്ടായിരുന്ന തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയായ നിഷിലിനെ ആലുവ പോലീസ് ചോദ്യം ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ നിഷിലിനെ ATSും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇതിന്റെ എല്ലാം ഒടുവിൽ ATSന്റെയും പോലീസിന്റെയും ലക്ഷ്യം പെരുമ്പാവൂർ അനസ് തന്നെയല്ലേ? അനസിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയും കാണണോ? ഔറംഗസേബിനെ ആയാലും ഇബ്രാഹിം കുട്ടി ആയാലും നിഷിലിനെ ആയാലും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നത് അനസിലേക്കുള്ള വഴി തേടിയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അനസ് നടത്തിയിരിക്കുന്ന, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അനസിന്റെ പാസ്പോർട്ട് ഇവിടെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അനസ് വ്യാജ പാസ്പോർട്ടിൽ ദുബായിലേക്ക് പോകുന്നു. അവിടെ നാസ്കോ ലീഗൽ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെരുമ്പാവൂർ അനസ് എവിടെയുണ്ട് എന്നൊരു ധാരണ ഉണ്ടാക്കിയത് ഔറംഗസേബിന്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷമാണ്. അതേസമയം ഇതിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി, കർണാടകത്തിൽ നിന്നും വ്യാജ രേഖകൾ ഉണ്ടാക്കി പുറത്തേക്ക് കടക്കാനുള്ള സാഹചര്യം, വ്യാജ ആധാർ കാർഡും ജനന സർട്ടിഫിക്കറ്റും ഉണ്ടാക്കുന്നു. ഇങ്ങനത്തെയുള്ള സാഹചര്യം ഒക്കെ വിലയിരുത്തി മറ്റ് സ്റ്റേറ്റ് പോലീസുകളുടെ സഹായം കൂടി ഈ കാര്യത്തിൽ തേടുമെന്നാണ് ആക്കേണ്ടിയിരിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ ഷിയാസ് കരീമിന് കൊടുത്തിരുന്ന ഒരു കൊട്ടേഷൻ നടപ്പാക്കിയ കാര്യവും ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നതാണ്. ഇങ്ങനെ നിരവധി കൊട്ടേഷനുകൾ, അതല്ലെങ്കിൽ ഇവരുടെ കൂട്ടാളിയായിരുന്ന ഉണ്ണിക്കുട്ടൻ പോലീസിനെ ഇവരുടെ കാര്യങ്ങൾ ഒറ്റുന്നു എന്ന പേരിൽ ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയ സാഹചര്യം, ഇങ്ങനത്തെ ഉള്ള കേസുകളെല്ലാം ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ് കൈക്കൊള്ളേണ്ടത്, അതിനെ അനസിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം ചെയ്യൽ, എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നതാണ് ഈ ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ ATSന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള ഈ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേട്ടോ, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ATS വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.